വിവാഹ സമയത്ത് ഭർത്താവിന് നൽകിയ സ്വർണവും പണവും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ തിരികെ ലഭിക്കാൻ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് നിയമപരമായ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. 1986 മുസ്ലിം സ്ത്രീകളുടെ നിയമപ്രകാരമാണ് സുപ്രീം കോടതി ഉത്തരവ് പുറത്തുവരുന്നത്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ 2024 ജനുവരി 31 ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. മുൻ ഭാര്യയായ റൗസനാര ബീഗത്തിന് 17.67 ലക്ഷം രൂപ നൽകാൻ ഭർത്താവ് SK സലാഹുദ്ദീനോട് കോടതി നിർദ്ദേശിച്ചു. ഒരു മുസ്ലിം സ്ത്രീയുടെ അന്തസ്സും സാമ്പത്തിക സംരക്ഷണവും ഉറപ്പാക്കുന്നതാണ് 1986 മുസ്ലിം വനിതാ നിയമം എന്ന് ബെഞ്ച് പറഞ്ഞു. സമത്വം, അന്തസ്സ്, സ്വയാശ്രയം എന്നിവ അടിസ്ഥാനമാക്കിയാണ് നിയമനിർമ്മാണം നടന്നത്. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പുരുഷാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് വിധിന്യായത്തിൽ പറയുന്നു. ഡിസംബർ 2 വിധി പ്രസ്താവിച്ചത്. 1986 നിയമത്തിലെ സെക്ഷൻ 3(1) പ്രകാരം ഒരു മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് നൽകുന്ന മഹർ ഉൾപ്പെടെയുള്ള സ്വത്തുക്കളിൽ അവകാശമുണ്ട്. സ്വത്തുക്കൾ വിവാഹമോചന സമയത്ത് തിരികെ നൽകിയില്ലെങ്കിൽ മഹർ അടക്കമുള്ള സ്വത്തുക്കൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിനായി മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. വിവാഹമോചനത്തിന് ശേഷം ഒരു മുസ്ലിം സ്ത്രീയുടെ അന്തസ്സും സാമ്പത്തിക സംരക്ഷണവും ഉറപ്പാക്കുകയാണ് 1986 മുസ്ലിം വനിതാ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമം. വിവാഹ സമയത്ത് നൽകുന്ന സ്വത്തുക്കൾ വിവാഹമോചിതരായ സ്ത്രീയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും കോടതി പറഞ്ഞു. നേരത്തെ ഒരു മുസ്ലിം സ്ത്രീയുടെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി മുൻ ഭർത്താവിനോട് 17.67 ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, സ്റ്റെബിലൈസേഷൻ, സ്റ്റോക്കേജ് ബോക്സ്, ബെഡ്, ഡൈനിങ് ഫർണിച്ചർ തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങൾ വിവാഹ സമയത്ത് യുവതിയുടെ ബന്ധുക്കൾ വരനെ കൈമാറിയിരുന്നു. അതിൽ 7 ലക്ഷം രൂപ പണവും വിവാഹ രജിസ്റ്ററിൽ പിതാവ് വരന് നൽകിയതായി രേഖപ്പെടുത്തിയ 30 ബോറി സ്വർണവുമാണ്. 6 ആഴ്ചക്കുള്ളിൽ പണം തിരിച്ചു നൽകണമെന്നും അത് പാലിക്കുമെന്ന് സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കൃത്യസമയത്ത് പണം നൽകിയില്ലെങ്കിൽ ഭർത്താവ് 9% വാർഷിക പലിശ നൽകാൻ ബാധ്യസ്ഥനായിരിക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി.